ഹായ് ഹലോ, പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം നയനയ്ക്ക് രക്ഷകയായിട്ട് അവതരിച്ചത് സ്വന്തം അമ്മായിയമ്മയായ ദേവയാനി തന്നെയാണ്. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ്, ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയാണ് ദേവയാനി നയനെ രക്ഷിച്ചത്. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക, ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയനയ്ക്കും ദേവയാനിക്കും ഒക്കെ നേരിടേണ്ടി വരുന്നത്? അതുമാത്രമല്ല, ഇനി നയനെ മനസ്സിലാക്കി ദേവയാനിയാണ് നയനെ സഹായിച്ചത് എന്നുള്ള കാര്യങ്ങൾ ശത്രുക്കൾ തിരിച്ചറിയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അവസാനം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ നയന കടന്നു പോകുന്നത്. അങ്ങനെ ദേവയാനി ഈ ഒരു കാര്യം അനാമികയും ജലജയും കൂടി എല്ലാ കാര്യങ്ങളും ദേവയാനിയോട് വന്ന് സംസാരിച്ചു. അപ്പോൾ ദേവയാനി പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതല്ലേ നയനെ പിടികൂടും, നയനെ കള്ളിയായിട്ട് മുദ്ര കുത്തും, നയനെ പിടികൂടും, ആദർശം നയനയും കൂടി തമ്മിൽ പിരിയുമെന്നൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും നയന ചെയ്ത ഡിസൈന് നല്ലതാണെന്ന് പുകഴ്ത്തി പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോട്ടോ, നയന നെക്ലേസ് ഇട്ട് ഫോട്ടോ ദേവയാനി അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുത്തു. കണ്ടോ, നയന ഡിസൈൻ ചെയ്ത മാലയാണിത്. ഇത് നല്ല അതിഗംഭീരമായിട്ട് അവൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവളെ മുന്നിൽ വെച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് പറയണമല്ലോ, അതുകൊണ്ടാണ് അവളില്ലാത്ത സമയം നോക്കി ഞാൻ പറയുന്നതെന്നും. നല്ല അതിഗംഭീരമായിട്ടാണ് അവൾ ഈ മാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണം കളക്ഷൻ പോലെ ഇപ്പോൾ ഈ വർഷത്തെ വിഷുവും അവൾ തന്നെ പൊളിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയനെ അടിച്ചു പുറത്താക്കാനായിട്ട് പറ്റും എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, അതുകൊണ്ടല്ലേ നീ പറഞ്ഞ പ്ലാൻ ഞാൻ സമ്മതിച്ചു തന്നത്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയനെ പിടികൂടാൻ പോകുന്നത്, അല്ലെങ്കിൽ നയനെ ഒരിക്കലും പുറത്താക്കാൻ പറ്റാത്ത വിധം അവൾ ആ ഒരു ആദർശിന്റെ മനസ്സിലാണെങ്കിലും ആ ഒരു ഡിസൈനർ എന്ന ആ ഒരു പോസ്റ്റിലാണെങ്കിലും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് അവളെ പുറത്താക്കാനായിട്ട് പറ്റത്തില്ല എന്നും, ഇനി അവൾ മാക്സിമം പുറത്താക്കാനായിട്ട് ശ്രമിക്കും തോറും അവളുടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ദേവയാനി പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇതിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അബി പറഞ്ഞതാണ് ഈ ഒരു മാല ഞാൻ മോഷ്ടിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയത്തില്ല. അങ്ങനെ ജലജ നേരെ അബിയെ പോയി വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അബി പറഞ്ഞത്, ഞാൻ എല്ലാ CCTV ഓഫാക്കിയതാണ്, മാല നയനയുടെ ബാഗിൽ വെച്ചതുമാണ്, പിന്നെ ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല എന്ന് അബിയും പറഞ്ഞു. എന്നാൽ അബിയെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തെങ്കിൽ പോലും ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാത്ത ടെൻഷനിലാണ് ഇപ്പോഴും ജലജ. ആ സമയത്ത് ദേവയാനി ഭയങ്കര സന്തോഷത്തിലാണ്, തൻ്റെ മരുമകളെ രക്ഷിക്കാനായിട്ട് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേവയാനി. സത്യം പറഞ്ഞാൽ ദേവയാനിയാണ് നയനെ രക്ഷിച്ചത്. അതെങ്ങനെയാണെന്ന് ദേവയാനി തന്നെ ആലോചിക്കുവാണ്. ഇങ്ങനെ ജലജ തന്നോട് ഈ ഒരു പ്ലാൻ വന്ന് പറഞ്ഞ സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും തൻ്റെ മരുമകളെ രക്ഷിക്കണം, ഒരു കാരണവശാലും കുറ്റം ചെയ്യാത്ത എൻ്റെ മരുമകളെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, ഈ ഒരു കാരണം കൊണ്ട് ആദർശോ നയനയോ പിരിയാൻ പാടില്ല എന്ന് ദേവയാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ദേവയാനിയുടെ ചേട്ടന്റെ മകൻ ഗൾഫിൽ പോയിട്ട് വന്ന സമയത്ത് ദേവയാനിക്കൊരു പുതിയൊരു ഫോൺ ഐഫോൺ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ദേവയാനി ഒരു പുതിയ സിം ഇട്ടു. അത് ആർക്കും അറിയാത്തൊരു നമ്പറിലുള്ള പുതിയ സിം ഇട്ടതിന് ശേഷം നയനയുടെ ഫോണിലോട്ട് ദേവയാനി മെസ്സേജ് ഇട്ടു, നിങ്ങൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത മാല നിങ്ങളുടെ ബാഗിലല്ല ഇപ്പോൾ ഉള്ളത്, അല്ല ആദർശിന്റെ ബാഗിലല്ല ഇപ്പോൾ ഉള്ളത്, നിങ്ങളുടെ ബാഗിലാണെന്നും അത് ശത്രുക്കൾ ആ മാല നിങ്ങളുടെ ബാഗിലോട്ട് എടുത്ത് മാറ്റിയതാണ് എന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മെസ്സേജ് വായിച്ച ഉടനെ തന്നെ ഇത് കൺഫേം ചെയ്യാനായിട്ട് നയന പോയി തൻ്റെ ബാഗ് തുറന്നു നോക്കി. ആ മെസ്സേജിൽ വന്ന പാടെ ആ മെസ്സേജ് ഇട്ട് അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ ബാഗിന്റെ അകത്ത് മാല ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നേരെ നയന ആദർശിന്റെ റൂമിൽ പോയതിനു ശേഷം ആദർശിനോട് ആദർശിന്റെ ബാഗ് തുറന്നു നോക്കാനായിട്ട് പറഞ്ഞു. ആദർശ് ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മാലയില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മാല എവിടെ പോയി, എന്ത് സംഭവിച്ചു? അപ്പോൾ നയന ഈ മാല എടുത്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം, ആദർശേട്ടനാണോ ഈ മാല എൻ്റെ ബാഗിൽ കൊണ്ടുവച്ചത്, എന്നെ കള്ളിയാക്കാനായിട്ട് ആദർശേട്ടൻ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും ഈ മാല എങ്ങനെ നിന്റെ കയ്യിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ നയന നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ മെസ്സേജ് നോക്കിയിട്ട് ഞാൻ ഈ ഒരു മാല ഈ ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത് എന്ന് നയന പറയുകയുണ്ടായി. എന്നാൽ ഇതാരായിരിക്കും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവുക, ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ പോലും അറിയാതെ അയാൾ എങ്ങനെ ഈ മാല നിന്റെ ബാഗിലുണ്ടെന്ന് അറിഞ്ഞു, കൃത്യമായിട്ട് എങ്ങനെ കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കി എന്നുള്ളൊരു സംശയമായിരുന്നു ആദർശിന്റെ നയനയുടെ മനസ്സിൽ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദേവയാനി ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും ഇതാണ് നടന്ന സംഭവങ്ങൾ. ദേവയാനി കാരണമാണ് തൻ്റെ മരുമകൾ രക്ഷപ്പെട്ടത് എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുമ്പോൾ ജലജയുടെ സങ്കടം വന്ന് പറയുവാണ്. നമ്മൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ പുറത്താക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ജലജ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അബിയെ നല്ല സംശയമുണ്ട് ആദർശിന്. അതിന് വേണ്ടിയിട്ട് അബിയെ ഒരുപാടിട്ട് കൊടഞ്ഞ് അബിയാണോ ചെയ്തത് എന്ന് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അബിയാണോ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നീ ഇപ്പോൾ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, പക്ഷേ എനിക്കത് നിന്നോട് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കയ്യിൽ തെളിവില്ല. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഒരു പെൺകുട്ടിയാണെന്നും പറഞ്ഞിട്ട് നീ ഒരു കള്ള പെൺകുട്ടിയെ കൊണ്ട് കാണിച്ചില്ലേ, ആ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ലെന്ന് നീ വിചാരിച്ചോ? നിന്റെ ഈ തെറ്റുകൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനി ഒരു 3 ബ്രാഞ്ച് നോക്കുന്നുണ്ട്. കൂടിപ്പോയി അവൻ ഇനിയിപ്പോൾ ഒരു 5 ബ്രാഞ്ചും കൂടി കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം. നീ എന്തായാലും ഈ ഇവിടുത്തെ എംപ്ലോയി ആയിട്ട് തന്നെ നീ ഇനിയും നടക്കും. നിന്റെ ഈ കള്ളത്തരം എപ്പോൾ മാറുമോ അന്നേ നിനക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ അവിടെ ആദർശ് പറയുമ്പോഴും എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന തുക എനിക്ക് എൻ്റെ ചെലവുകൾക്ക് തികയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ആദർശ് തിരിച്ചു ചോദിച്ചത്, നവ്യയുടെ കാര്യങ്ങളെല്ലാം ഞാനും നയനയുമായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ നിനക്ക് എന്താണ് ഇത്ര ചെലവ്? വീട്ടിലധികം ചെലവോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നിനക്ക് എന്താണ് ചെലവ് എന്നാണ് ആദർശ് ചോദിക്കുന്നത്. ആദർശിന് അറിയാം വേറെ ഏതൊക്കെ പെൺകുട്ടികളെ കൊണ്ട് അബി കറങ്ങുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെലവെന്ന് അവിടെ ആദർശിന് അറിയാം. എന്നാൽ തൻ്റെ ഫോണിലോട്ട് വന്ന മെസ്സേജ് ആരുടെയെന്ന് കണ്ടുപിടിക്കാതെ നയനയ്ക്ക് ഉറക്കമില്ല എന്നുള്ളൊരു മട്ടിലായി. അത് കണ്ടുപിടിക്കാനായിട്ടാണ് നയന നന്ദുവിൻ്റെ സഹായം തേടിയത്. നന്ദുവിനെ വിളിച്ചതിന് ശേഷം നന്ദുവിൻ്റെ ഒരു സുഹൃത്ത് സൈബർ സെല്ലിലുണ്ട്. അപ്പോൾ ആ സുഹൃത്തിനെ വിളിച്ചതിന് ശേഷം ഞാനൊരു നമ്പർ അയച്ചു തരാം, അത് ആരുടെ ആണെന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് നന്ദുവിനോട് ചോദിച്ചു. അങ്ങനെ നന്ദു ആ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ദേവയാനിയാണ് തന്നെ സഹായിച്ചത് എന്ന്, തൻ്റെ അമ്മായിയമ്മ തന്നെയാണ് തന്നെ സഹായിച്ചത് എന്ന് നയന തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി ഇപ്പോൾ കാണിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം പൊളിയുമോ? എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.